നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജിറ്റേറിയൻ റെസിപ്പി ആയിട്ടാണ്, അതായത് ചില്ലി മഷ്റൂം. അപ്പോൾ മഷ്റൂം വെച്ചിട്ട് മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ മറക്കരുത് കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. അപ്പോൾ നോമ്പായതുകൊണ്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ചേച്ചി വെജിറ്റേറിയൻ റെസിപ്പീസ് തന്നെ ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ വെജിറ്റേറിയൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇട്ടുണ്ടായിരുന്ന വീഡിയോസ് കുറെ പേര് കണ്ടിട്ടില്ല, ചിലപ്പോൾ തിരക്കായിരിക്കും അല്ലേ. പരീക്ഷയൊക്കെ 10ാം ക്ലാസ് പരീക്ഷ, അതേപോലെ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും പരീക്ഷയാണ്. അപ്പോൾ തിരക്കൊക്കെ കഴിയുമ്പോൾ സാവധാനം കാണാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് നിങ്ങളെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുണ്ട്. അതായത് നമ്മുടെ വിനാസ് കറിവേളിന്റെ യൂട്യൂബ് ചാലഞ്ച് ഈ ഒരു മാസം കൂടി ഉള്ളൂ സമയപരിധി. ഏപ്രിൽ 15-ാം തീയതിയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. കുറെ പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇനിയും നല്ല നല്ല വീഡിയോസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ പാറ്റേൺ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നവരെല്ലാവരും ഒരേ പാറ്റേൺ ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുക, പറയാം, സംസാരിക്കാം. പക്ഷെ ആക്ച്വലി ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച് ഞങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഡോക്യുമെന്ററി കണക്ക്, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ഷോർട്ട് ഫിലിം രീതിയിലാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈച്ച് പേഴ്സൺ 4 കാറ്റഗറിയിലുള്ള ഓരോരുത്തർക്കും 25,000 രൂപയാണ് പ്രൈസ് മണിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും സമയം നിങ്ങൾക്ക് അനുവദിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. 99% യൂട്യൂബേഴ്സാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു ധാരണ ഒരുപാട് പേർക്കുണ്ട്. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ എനിക്ക് മെയിൽ അയക്കുന്നുണ്ട്, ചേച്ചി എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ യൂട്യൂബ് ഇല്ല എന്നുള്ള കാര്യം. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് സൈൻ ഇൻ ചെയ്യാം, പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ നിങ്ങൾക്ക് ഒരു ചാനൽ ഉണ്ടാവണമെന്ന് യാതൊരു ആവശ്യമില്ല കേട്ടോ. അത് നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നല്ല വീഡിയോസിനായി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി മഷ്റൂം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് ചില്ലി മഷ്റൂം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 250 ഗ്രാം മഷ്റൂം എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നമുക്കിവിടെ എനിക്ക് കിട്ടുന്ന ഒരു ബോക്സ് മഷ്റൂം കേട്ടോ, അത് 250 ഗ്രാമാണ്. അപ്പോൾ കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കതിനെ ആദ്യം തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. ഇത് ഓൾറെഡി ഞാൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂംസ് ആണ്. അപ്പോൾ കുറേ നന്നായി അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായി വാഷ് ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒരു മഷ്റൂമിന് 5 or 6 കഷ്ണങ്ങളാക്കി മുറിക്കാം. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, മാത്രമല്ല മഷ്റൂമിൻ്റെ വലിപ്പം അനുസരിച്ചും മാറ്റം വരും. ഞാൻ മഷ്റൂമിൻ്റെ തൊലി കളയാറില്ല. അതേസമയം നിങ്ങൾക്ക് തൊലി കളയണം എന്നുണ്ടെങ്കിൽ തൊലി കളയാം. ഇപ്പോൾ മഷ്റൂമിൻ്റെ തൊലി കളയുന്നത് പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട്, പിന്നെ വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ മഷ്റൂം മുറിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മഷ്റൂം മൊത്തത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ മാരിനേറ്റ് ചെയ്യണം. ഓക്കെ, മാരിനേറ്റ് ചെയ്ത് ഒരുപാട് സമയം എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മറ്റേതുപോലെ ഒരുപാട് സമയം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും എത്ര നേരം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഇതിൽ മാക്സിമം പിടിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നെ സമയം കളയേണ്ട. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനുവേണ്ടി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് വരെയായിട്ട് ആട്ട ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ മൈദ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ മാറ്റങ്ങൾ വരും, മഷ്റൂമിൻ്റെ അളവനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോറും ഇതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പോലെയായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയില്ലേ, അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന, അപ്പോൾ അത് ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കോൺഫ്ലോർ ഉപയോഗിച്ചു എന്ന് മാത്രം. അപ്പോൾ രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അതുപോലെ തന്നെ പെപ്പർ പൗഡറോ മുട്ടയോ ഒന്നും ചേർക്കുന്നില്ല. ഇത്ര മാത്രം ഞാൻ ചേർക്കുന്നുള്ളൂ. അത് ഈസി ആയിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ ആക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളം ആദ്യം ഒഴിക്കാൻ പാടില്ല. ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ, അല്പം കൂടെ ആവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ മൊത്തത്തിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇതിൻ്റെ ഉപ്പ് രസം ഒന്ന് നോക്കണം. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. അത് നമ്മുടെ ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണിത്. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഇതിലോട്ട് നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂമിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ബാറ്റർ കോട്ടായി എന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി മഷ്റൂം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക. അതിലോട്ട് നമുക്ക്
ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ കുഴിയുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത്. വൈഡായിട്ടുള്ള പാത്രം ഉപയോഗിക്കുമ്പോഴത്തെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം നമുക്ക് ഫ്രൈ ചെയ്യണമെങ്കിലും പക്ഷേ എണ്ണ ഒരുപാടൊന്നും വേണ്ടി വരില്ല കേട്ടോ. എണ്ണ മീഡിയം ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് അതിലോട്ട് മഷ്റൂം ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലോട്ട് നമ്മുടെ മഷ്റൂമിൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇടണ്ട. 3 ബാച്ചായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കോട്ടിംഗ് ഒക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തിക്കായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയാൽ മതി. പിന്നെ ചിലർ പറയാറുണ്ട് വറുത്ത് വരുമ്പോൾ കോട്ടിങ് വിട്ട് പോണ പോലെ തോന്നുന്നുണ്ടെന്ന്. അതെന്താണെന്ന് എനിക്കറിയുന്നില്ല. എനിക്കങ്ങനെ സംഭവിക്കാറില്ല. ഈ പറയുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ വരുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് 2 സൈഡിലും നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ അങ്ങ് കോരിയെടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിടുക. 2 ഭാഗത്തും നന്നായിട്ട് മൊരിയണം കേട്ടോ. ഒരു 3 മിനിറ്റൊക്കെ മതിയാവും ഫ്രൈ ആയി കിട്ടാൻ. പിന്നെ നമ്മുടെ ഗോപിയുടെ പോലെ, അതായത് കോളിഫ്ലവറിൻ്റെ പോലെ അത്ര സമയം എടുക്കില്ല മഷ്റൂം കുക്കാവാൻ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമുക്കിത് ഡ്രൈ വേർഷനായിട്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ കുറച്ച് ഗ്രേവി ടൈപ്പ് ആയിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഡ്രൈ ആയിട്ടാണ്. അപ്പോൾ ആ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് മതി കേട്ടോ. നമുക്കിത് എടുക്കാം. ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പം ഇതിനേക്കാളും കുറച്ചും കൂടി ക്രിസ്പിനെസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്തിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ കോൺഫ്ലോർ ചേർത്താൽ മതി. പക്ഷേ നമ്മളിപ്പോൾ ഇതൊരു എന്താ പറയുക, നമ്മൾ കറിയാക്കുമ്പോൾ ഒരുപാട് ക്രിസ്പിയുടെ ആവശ്യമൊന്നുമില്ല. അതേസമയം അപ്പോൾ ചൂടോടുകൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്പിനെസ് നല്ലതാണ്. അല്ലെങ്കിൽ ഇത് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ചൂടാറി പോവും. അപ്പോൾ അതെന്തായാലും നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റി ഒരു സ്ട്രെയിനറിലോട്ടോ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂലോട്ടോ മാറ്റിയിടാം. ഞാനിപ്പോൾ ഒരു അരിപ്പൻ എടുത്ത് വെച്ചിരിക്കുന്നത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ മഷ്റൂമും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ നമ്മുടെ മഷ്റൂം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ മാറ്റിയാൽ മതി. നമുക്ക് അടത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ തനിയെ നടത്തി മാറ്റി വെക്കാം കേട്ടോ. ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാൻ പാടില്ല. നമ്മളൊരു ചൈനീസ് റെസിപ്പി ആയതുകൊണ്ട് എപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വെളിച്ചെണ്ണയിലെ ഫ്ലേവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ചൈനീസ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിലിൽ ഫ്രൈ ചെയ്താൽ മതി. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബൗൾ എടുക്കുക. ബൗളിലോട്ട് കുറച്ച് സോസ് ഒരുമിച്ച് ഒഴിച്ച് വെക്കണം. അപ്പോൾ പിന്നെ നമ്മൾ ആ സോസ് ഒഴിക്കുന്ന സമയത്ത് തനിയെ സോസ് ഒഴിക്കാൻ നിൽക്കണ്ട, ഒരുമിച്ച് അങ്ങോട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ ഈ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു ബൗളിലോട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചില്ലി സോസാണ്. ഞാനിപ്പോൾ ഇവിടെ റെഡ് ചില്ലി സോസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ റെഡ് ചില്ലി സോസ് ഉണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഗ്രീൻ ചില്ലി സോസ് ഉള്ള കാരണം 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ റെഡ് ചില്ലി സോസ് ഇല്ലെങ്കിൽ ഗ്രീൻ ചില്ലി സോസിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ, ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും സോസുകൾ വരുമ്പോൾ നമ്മൾ ചേർക്കുന്ന വിനീഗറിൻ്റെ അളവിൽ മാറ്റം വരും. അപ്പോൾ നമ്മളെപ്പോഴും അവസാനം മാത്രം വിനീഗർ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആദ്യമേ തന്നെ വിനീഗർ ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പുളി കൂടിപ്പോകും. അത് എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉപ്പിൻ്റെ കാര്യത്തിലും ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് ഓൾ പർപ്പസ് സോയാ സോസാണ്. അതായത് ഡാർക്കും അല്ല ലൈറ്റും അല്ല, മീഡിയം ആയിട്ടുള്ള സോയാ സോസാണ്. അപ്പോൾ ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മാത്രം മതിയാകും. അതേസമയം ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവ് കൂട്ടണം. മീഡിയം ആയതുകൊണ്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ സോയാ സോസ് ഇല്ലെങ്കിൽ അതും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഉണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് ആ ഒരു കളറൊക്കെ കിട്ടും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ആദ്യം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് സംഭവം റെഡിയാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഓരോ സോസ് നമ്മൾ അന്വേഷിച്ച് നടക്കണം, പിന്നെ ഒഴിക്കാൻ നിൽക്കണം. അപ്പോൾ ഇത് ഒരുമിച്ച് വെക്കണമെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കടായി ചൂടാക്കാൻ വെക്കാം. ഒരു വലിയ കടായി ആണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അതിലോട്ട് നമുക്ക് ജസ്റ്റ് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണയിൽ നിന്ന് കുറച്ച് ആണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഫ്രഷ് ആയിട്ടുള്ള എണ്ണ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചൂടാവട്ടെ. നമ്മൾ ഗ്രീൻ ചില്ലി സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കാണാൻ മറക്കരുതേ. വളരെ എളുപ്പമാണ് ഗ്രീൻ ചില്ലി സോസ് വീട്ടിലുണ്ടാക്കാൻ. ഇപ്പോൾ ചൈനീസ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമ്മളെ വോക്ക്, അതായത് നമ്മുടെ കടായി എപ്പോഴും നല്ല ചൂടിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഇച്ചിരി നന്നായിട്ട് ചൂടാവണം. അതിനുശേഷം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോഴാണ് നല്ല ഫ്ലേവർ വരുന്നതും അത് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റാവുന്നതും. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ എണ്ണ. നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടാണ് ഞാൻ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലും അരിഞ്ഞ് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറുതാക്കി അരിഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ
ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതും നീളത്തിൽ വേണമെങ്കിൽ അരിയാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് സ്പീഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഉള്ളിത്തണ്ടാണ്. അതായത് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് മാത്രം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 10 പച്ചമുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്ന പോലെ എരിവനുസരിച്ച് നിങ്ങളുടെ മുളകിൻ്റെ എരിവനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത്ര എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ അത്രയും മുളക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് പക്ഷേ ചില്ലി മഷ്റൂം ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ പച്ചമുളക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 10 പച്ചമുളക് ഞാൻ ഇതേപോലെ സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കും. ഉപ്പ് എപ്പോഴും ശ്രദ്ധിച്ച് ചേർക്കണം. സോസ് ചേർക്കുന്നതിലൊക്കെ ഉപ്പുള്ളതാണ്. പിന്നെ ഞാനിപ്പോൾ ഇതിൽ ചെറുതായിട്ട് നുറുക്കിയ സവാള ഇട്ട് കൊടുക്കുന്നില്ല. വലിയ സവാള ക്യൂബും അവസാനം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പച്ചമുളക് ജസ്റ്റ് ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സോസ് ഒഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇഞ്ചി വെളുത്തുള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തോളൂ. ഞാൻ ഇടാൻ മറന്നതാണ്. അപ്പോഴാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ടേസ്റ്റ് കിട്ടുക നമുക്ക്. അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. ആ സോസസിൻ്റെ പച്ചമുളക് ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കോട്ടെ. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ചൂട് വെള്ളം ഒഴിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് നമുക്കിതിൽ ടേസ്റ്റ് നോക്കിയിട്ട് വിനീഗർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്ന കാരണം അധികം വെള്ളം ഒഴിക്കുന്നില്ല. അതേസമയം നിങ്ങൾക്കിപ്പോൾ ഇത് ഗ്രേവി ആയിട്ടുള്ള ഒരു മഷ്റൂമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.5 കപ്പ് വരെ വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമുളകൊന്ന് മാറി നന്നായിട്ട് നല്ലൊരു ഫ്ലേവർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. പുളി കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കുക. വിനീഗർ ഇല്ലെങ്കിൽ മാത്രം ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്താൽ മതി. പക്ഷേ വിനീഗറാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഞാനിതിൽ കളറൊന്നും ചേർക്കുന്നില്ല. ആർട്ടിഫിഷ്യലായിട്ട് കളറൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ആഹാ, എരിവ് ഉണ്ട് കേട്ടോ മക്കളെ. അപ്പോൾ എരിവ് എനിക്കിവിടെ എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത്ര ഇട്ടേക്കുന്നത്. പക്ഷേ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 10 മുളകൊന്നും ഇടണ്ട നിങ്ങൾ. കാരണം നമ്മൾ ഓൾറെഡി ചില്ലി സോസൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മുളക് ഇട്ടാൽ മതിയാവും. അല്പം ഉപ്പ് കുറവാണ്. ഒരു 1/4 ടീസ്പൂൺ മാത്രം വിനീഗർ ഞാൻ ഒഴിക്കുകയാണ് കേട്ടോ ഇതിലോട്ട്. വളരെ കുറച്ച് മാത്രം, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് 1/4 ടീസ്പൂൺ മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. നന്നായി അങ്ങ് മിക്സ് ചെയ്യുക. ഇനി ടേസ്റ്റ് നോക്കുക. ഉപ്പൊക്കെ കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പും പുളിയും എരിവും മധുരവും ഒക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അല്ലേ. ചിലവർക്ക് അത്യാവശ്യം പുളി വേണം, ചിലവർക്ക് കുറച്ച് മധുരം വേണം, ചിലവർക്ക് നല്ല സ്പൈസി ആയിരിക്കണം. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഇഷ്ടത്തിനനുസരിച്ച് വേണം ഈ സോസിൻ്റെ ടേസ്റ്റ് തീരുമാനിക്കാൻ. ഇപ്പോൾ നോക്കുമ്പോൾ നല്ല എരിവാണ്, പക്ഷേ നമ്മൾ ആ മഷ്റൂമൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ടിരിക്കും കേട്ടോ. ഒരു 5 മിനിറ്റോളം ഇത് ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ട് തിളയ്ക്കണം. അപ്പോഴാണ് ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലോട്ട് ഇറങ്ങി വരുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലോർ കലക്കി വെക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഗ്രേവി ഉള്ള ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടി വരും. അത് ഇതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലോർ ഒഴിച്ച് കൊടുത്തിട്ട് ആ ഗ്രേവി ഒന്ന് തിക്കനാക്കിയാൽ മതി കേട്ടോ. ഇത് ഡ്രൈ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇത്ര വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല. ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലോറിന് ഒരു പച്ചച്ചോവ ഉണ്ടാവും, അതൊന്ന് മാറണം. എല്ലാം ഇത് ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ലോ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമോ പരിപാടി ഇല്ല. ഇനി നമുക്ക് നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി വേറൊരു ഐറ്റം കൂടി ഇടാനുണ്ടെന്താണെന്നറിയാമോ? ഒരു സവാള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, അതുപോലെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കം സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഞാൻ അവസാനമായിട്ട് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രഞ്ചിനെസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സവാള നേരത്തെ ഇടണമെങ്കിൽ നേരത്തെ ഇടാം. എന്നിട്ട് ഇതിൽ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴാണ് ആ ഗ്രേവിയൊക്കെ നമ്മുടെ മഷ്റൂമിൻ്റെ ഉള്ളിലോട്ട് പോവുള്ളൂ. ഈ പറഞ്ഞ പോലെ ഡ്രൈ ആയിരിക്കുന്ന ഒരു ഐറ്റമാണിത്. ഫൈനലായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില്ലി ചിക്കനിൽ ചെയ്ത പോലെ തന്നെ ഞാൻ എല്ലാ ചൈനീസ് ഐറ്റംസിലും ചെയ്യുന്നതാണ്. അതായത് കുറച്ച് നല്ലെണ്ണ, അതായത് എള്ളെണ്ണ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ചൈനീസ് ഫ്ലേവർ കിട്ടും. ഒരുപാടൊന്നും വേണ്ട, താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് അത് ജസ്റ്റ് ഒഴിവാക്കാം കേട്ടോ. പക്ഷേ ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ടേസ്റ്റ് കിട്ടും. ഫൈനലായിട്ട് ഉള്ളിത്തണ്ടിൻ്റെ പച്ചഭാഗം മുകളിലേക്ക് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതിനുള്ള പരിപാടി. എന്താ വാസന എന്നറിയാം ഇവിടെ. അപ്പോൾ ഉള്ളിത്തണ്ടിൻ്റെ പച്ചഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ്. ഇത്രേ ഉള്ളൂ. ഈസി പീസി ആയിട്ടുള്ള നമ്മുടെ ചില്ലി മഷ്റൂം
കളറൊന്നും ചേർക്കാത്തതായതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം. ഒരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നൂഡിൽസിൻ്റെ കൂടെയോ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കിനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതാ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഒരു പീസ് നിങ്ങൾക്ക് വേണ്ടി കഴിച്ച് നോക്കട്ടെ. എന്താ പറയുക, റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ്, മേ ബി അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടിയിട്ടുണ്ടെന്നാണെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക ഈ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി മഷ്റൂം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ചേട്ടൻ പാടുമ്പോ വീണ ചേച്ചി ഇന്ററപ്റ്റ് ചെയ്താലും ചേട്ടന്റെ പാട്ട് കേൾക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ്. കവിത പ്ലീസ് രണ്ടുപേരും ഇന്നത്തെ വനിതാ ദിനം അയച്ചു. വനിതയ്ക്ക് വേണ്ടിട്ട് അതോടുകൂടെ നമ്മളുള്ള ബഹുമാനം പാടാൻ കഴിവുള്ള ഒരു മനുഷ്യൻ, ഒരു വനിതയുടെ കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളല്ലേ. അതുകൊണ്ട് അപ്പൊ ഒന്ന് പാടിക്കോ. ഞാനിനി എൻകറേജ് ചെയ്തില്ല, ഞാനിനി തടസ്സം വന്നൊന്നും പറയരുത്. ഡാൻസ് ചെയ്യോ? ഏയ് മമ്മൂട്ടിനെ പോലെ അല്ല, പാട്ട് പാടില്ല എന്നുള്ളത് മാത്രല്ല, പാട്ട് പാടുന്നത് ആസ്വദിക്കാനുള്ള കഴിവ് പോലും ഇല്ല എന്നുള്ളതാണ്. എനിക്കൊരു എന്താ പറയാ, പാട്ട് പാടുന്ന ഒരു ഗ്രൂപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ കൂടുമ്പോൾ ചിലര് ഗിറ്റാറും പാട്ടും അപ്പോഴേ നമ്മൾ സ്വിച്ച് ഓഫ് ആയി. സംഗീതം സ്പർശിക്കില്ല. അതാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്നത് അല്ലേ. നമ്മള് പറയാനറിയില്ലാന്നുള്ളൂ, അല്ലാതെ എനിക്ക് ആസ്വദിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, നമ്മൾ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ദൈവമല്ല ആരെങ്കിലും സൃഷ്ടിച്ചാണെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മൾക്ക് പ്രപഞ്ചം തന്ന ഒരു ഗിഫ്റ്റാണ് നമ്മുടെ ഈ രൂപവും ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നത്. നാളെ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ അത് തിരിച്ചു കൊടുക്കുന്നു. നമ്മൾ നമ്മുടെ കയ്യിൽ ഇതിരിക്കുന്നിടത്തോളം കാലം ഇത് കുറച്ചുകൂടെ എൻറിച്ച് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് തിരിച്ച് മുതലും പലിശയും കൂട്ടിയിട്ട് തിരിച്ചു കൊടുക്കുക അടുത്ത സൃഷ്ടികളിൽ. അത്രേ ഉള്ളൂ. നമ്മളിപ്പോ എവിടേക്കാ പോണത്? നമ്മളിപ്പോ യാമാനോട്ടിയില്. യാമാനോട്ടി എന്ന് പറഞ്ഞാൽ പണ്ട് നാൻഡോസ് ചാവക്കാടുകാരനെ അപ്പൊ ഇത് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. യാമാനോട്ടി ജപ്പാൻ യൂറോപ്പ് കൊളാബറേഷൻ ബേക്കറി.